ഇവിടെ ശ്രീ സണ്ണി ജോസഫ് എന്ന KPCCയുടെ അധ്യക്ഷൻ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എനിക്ക് തോന്നുന്നത് ഹാഷ്മി അടക്കം യഥാർത്ഥ പോയിന്റിലേക്ക് ചെന്നില്ല എന്ന് ഞാൻ സംശയിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഇത് വെൽ ഡ്രാഫ്റ്റഡ് ആണ് എന്നതല്ല എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്, അത് ആസൂത്രിതമാണ് എന്നതും അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന രണ്ട് വാക്കുകൾ. അതാണ് ഒരു സാധാരണ മനുഷ്യനെ അല്ലെങ്കിൽ കേരളീയനെ കൂടുതൽ ഭയക്കുന്നത്, അല്ലെങ്കിൽ KPCCയുടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള അവരുടെ അഭിപ്രായങ്ങളെ, അവരുടെ നടപടികളെ കൂടുതൽ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ കാണാം. ഇപ്പോൾ വസന്തിനൊക്കെ അതിന് എതിർപ്പുണ്ടെങ്കിൽ അത് വെൽ ഡ്രാഫ്റ്റഡ് ആണ്, അത് രാഷ്ട്രീയ പ്രേരിതമാണ്, ആസൂത്രിതമാണ്. ഈ അവസാനത്തെ രണ്ട് ആസൂത്രിതവും രാഷ്ട്രീയ പ്രേരിതവും എന്ന വാക്കുകൾ ഉപയോഗിക്കണമെങ്കിൽ അത് നേരത്തെ ഗോവൻ പറഞ്ഞ ഒരു സ്ലിപ്പ് ഓഫ് എ ടങ്, അല്ലെങ്കിൽ ഒരു നാക്കുപിഴ അല്ല. അത് അദ്ദേഹം കാലേ കൂട്ടി പറഞ്ഞാണ്, അല്ലെങ്കിൽ അത് തെറ്റ് തിരുത്താമായിരുന്നു. അപ്പോൾ അതിന്റെ പുറകിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പണ്ടെല്ലാം രാഷ്ട്രീയ നേതാക്കളെ, മുതിർന്ന നേതാക്കളെ, യുവ നേതാക്കൾക്കും മറ്റുള്ളവർക്കും ഭയമായിരുന്നു, അല്ലെങ്കിൽ അവർ നിയന്ത്രിക്കുന്നു എന്നായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ കോൺഗ്രസിൽ നിന്ന് യുവ നേതാക്കളാണ് മുതിർന്ന നേതാക്കളെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അവർക്കൊക്കെയുള്ള ഒരു പാർട്ടിയുടെ അന്നത്തെ സമൂഹം VD സതീശനൊക്കെ എത്രത്തോളമാണ് സോഷ്യൽ മീഡിയയിൽ ആക്രമണം നേരിട്ടത് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ മുതിർന്ന നേതാക്കളെ, അഭിപ്രായം പറയുന്നവരെ, പ്രത്യേകിച്ച് വനിതാ MLA-മാരെയും വനിതാ നേതാക്കളെയും അടക്കം എങ്ങനെയാണ് വേട്ടയാടിയത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഒന്നല്ലെങ്കിൽ മുതിർന്ന നേതാക്കൾക്ക് രാഷ്ട്രീയ പിന്തുണയില്ല, അവർക്ക് ജനപിന്തുണയില്ല, അതല്ലെങ്കിൽ അവർ സാമ്പത്തികമായി ഈ യുവ കോമാളിക്കൂട്ടത്തിന്റെ അടിമകളായിരിക്കുന്നു, സാമ്പത്തികമായി അവർക്ക് നേട്ടമുണ്ടാക്കുന്നിടത്ത് നിൽക്കുന്നു. അതുതന്നെയാണ് മുൻ KPCC പ്രസിഡന്റും ഇപ്പോഴത്തെ KPCC പ്രസിഡന്റും പറയുന്നതിന്റെ ഏറ്റവും ചുരുങ്ങിയ അർത്ഥം. ഇദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും പെൺകുട്ടികൾ പറഞ്ഞാൽ അത് രാഷ്ട്രീയ പ്രേരിതവും ആസൂത്രിതമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ജാമ്യം കിട്ടുവാനും അതുപോലെ തന്നെ അദ്ദേഹത്തിന് വോട്ട് നൽകുവാനും യുവാക്കൾ, അല്ലെങ്കിൽ മുഴുവൻ യുവാക്കളല്ല, ഒരു ചെറിയ വിഭാഗം നടത്തുന്ന തീരുമാനത്തിന് അടിമകളായി മാറിയിരിക്കുന്നു. ഇതാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ അപജയം. ഇതാണ് ഇന്ന് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന